ഹരിശ്രീ ഗണപതിയെ നമ. അവിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ നക്ഷത്രങ്ങളുടെയൊക്കെ ഫലം ഈ പ്രത്യേക മാസത്തിൽ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് തുലാക്കൂറുകാരായ ചിത്തിര, ജ്യോതി, വിശാഖം എന്നിവരുടെ നക്ഷത്രഫലം എന്താണെന്ന് നോക്കാം. ഈ ഒരു മാസം പ്രശസ്തി നേടും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ. ഇപ്പോൾ കലാരംഗത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പ്രശസ്തി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദേശത്ത് നിന്നും തിരികെ നാട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ അതിനുള്ള സമയമാണ്. അതൊക്കെ സാധിക്കും. ജോലിയുടെ ഭാഗമായി ഒരുപാട് യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അവിചാരിത ബന്ധുജന സമാഗമം ഉണ്ടാകും. അതായത് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ബന്ധുജനങ്ങളൊക്കെ വീട്ടിൽ വരാൻ സാധ്യതയുണ്ട്. സർക്കാരിൽ നിന്നും ആനുകൂല്യം ലഭിക്കാൻ സാധ്യതയുണ്ട്. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യം ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കും. അതായത് മേലധികാരികൾക്ക് അവരുടെ ഒരു പ്രശംസയ്ക്ക് പാത്രമാകുമെന്നർത്ഥം. സഹോദര സ്ഥാനീയരിൽ നിന്നും ഗുണാനുഭവം. സഹോദരന്മാരെ പോലെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഗുണാനുഭവം ഉണ്ടാകും. വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉന്നത പരീക്ഷ എഴുതിയിരിക്കുന്നവരുണ്ടെങ്കിൽ പരീക്ഷകളിൽ ഉന്നത വിജയം ആണ് കാണുന്നത്. വിവാഹാലോചിക്കുന്നവരുണ്ടെങ്കിലൊക്കെ വിവാഹകാര്യത്തിൽ ഉചിതമായ തീരുമാനം എടുക്കും. മംഗളകർമ്മങ്ങൾ പുഷ്ടിപ്പെടും. മംഗളകർമ്മങ്ങൾ നന്നായി നടക്കും. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഇരുചക്ര വാഹനം വാങ്ങുവാനുള്ള അവസരമാണ്. അത് ആഗ്രഹിക്കുക. നാളുകളായിട്ട് ഇരുചക്ര വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സമയമാണിപ്പോൾ. അത് ഏതുപതിനെ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദേശ യാത്ര കൊണ്ട് നേട്ടം പ്രതീക്ഷിക്കാം. വിദേശത്തേക്ക് പോകാനുള്ള അതൊക്കെ തയ്യാറാക്കി വച്ചിരിക്കുകയാണെങ്കിൽ പോകുന്ന ഒരു ഇതാണെങ്കിൽ അതുകൊണ്ട് നല്ലതേ ഒരു വിദേശയാത്ര കൊണ്ട് നേട്ടം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. കുടുംബത്തിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ സമാധാനമായിട്ട് മുന്നോട്ട് പോകും. സന്താന ഗുണം വർദ്ധിക്കും. ഊഹക്കച്ചവടത്തിൽ വിജയം. ഭൂമി ഇടപാടിൽ ലാഭം പ്രതീക്ഷിക്കും. ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ലാഭം പ്രതീക്ഷിക്കാൻ നമുക്ക്. ദോഷശമനത്തിനായി ഗണപതി ഭഗവാനെ ഭജിക്കുന്നത് നന്നായിരിക്കും. ദോഷശമനത്തിന് വേണ്ടി ഗണപതി ഭജന നടത്തുക. നിത്യേന ഉദയത്തിൽ വീട്ടിൽ വിളക്ക് കൊളുത്തി വെച്ച് ഗണപതിയെ സ്മരിച്ച് പ്രാർത്ഥിക്കുക. രാവിലെ, അതായത് എല്ലാ ദിവസവും ഉദയം ഉദിക്കുമ്പോൾ, സൂര്യൻ ഉദിക്കുന്ന ഒരു സമയം, ഉദിച്ച് വരുന്ന ആ സമയത്ത് വീട്ടിൽ വിളക്ക് കൊളുത്തി ഗണപതിയെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ജന്മനാളിൽ ഗണപതി ഹോമം നടത്തുന്നത് അതിലേറെ ഗുണം ചെയ്യും. നമ്മുടെ ജന്മനാൾ ഒരു വർഷത്തിൽ ഒന്നല്ല ഉണ്ട്. ഈ മാസം ജന്മനാൾ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, ഈ കൂറുകാരിൽ ഉണ്ടെങ്കിൽ ഗണപതി ഹോമം നടത്തുന്നത് നന്നായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി എന്നുള്ളൊരു ഭാഗം അത് ടച്ച് ചെയ്ത് വയ്ക്കുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. മറ്റൊരു വീഡിയോയിൽ കാണുന്നതെല്ലാവർക്കും നന്ദി, നമസ്കാരം.